കേരളം ഈ വെള്ളം തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇത്രയും വെള്ളം ഇടുക്കിയിൽ ഒഴുകിയെത്തിയാൽ നമുക്ക് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഉദ്ദേശം 90 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. നമ്മുടെ ഭരണാധികൾ ഇന്ന് തമിഴ്നാടിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അന്ന് തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കാണിച്ച ആ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് ഈ സ്ഥിതി വരുമായിരുന്നില്ല. 62% റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇസ് ഗെറ്റിംഗ് ലെസ് റെയിൻ കമ്പയർഡ് ടു ദീസ് 2 districts. അപ്പൊ അവര് വെള്ളത്തിന് ക്ഷാമമുള്ളവരാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമ്മുടെ ആ ധാരണ തെറ്റാണ്. തമിഴ്നാട് ചെയ്യേണ്ടത് അവർക്ക് ലഭിക്കുന്ന മഴ കേരളം ചെയ്യുന്ന പോലെ സംഭരിച്ച് കൃഷിക്കും വ്യവസായത്തിനും ഇറിഗേഷനും കുടിവെള്ളത്തിനുമൊക്കെ ഉപയോഗിക്കുകയാണ്. തമിഴ്നാടിന് കേസ് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. 60 ലക്ഷം മലയാളികളുടെ ജീവനാണ്, ആ കൊലച്ചോറാണ് തങ്ങൾ വാങ്ങുന്നത് എന്ന ഒരു ബോധം അവർക്കുണ്ടായാൽ ഒരുപക്ഷെ അവർ അതിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. 15ലേറെ വർഷങ്ങളായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ പഠനങ്ങളും സജീവമായ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന ശ്രീ ജോയ് എബ്രഹാമാണ് ഒപ്പമുള്ളത്. മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പേറ്റന്റും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 30ലേറെ വർഷത്തെ അന്താരാഷ്ട്ര പരിചയം ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ 45 വർഷത്തെ പരിചയമുള്ള വ്യക്തി കൂടിയാണ് ശ്രീ ജോയ് എബ്രഹാം. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. നമുക്കതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുമാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കോടതി കേസുകളിൽ കേരളം നിരന്തരം തോൽക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നെ ഈ മുഖാമുഖം പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രൈം വിറ്റ്നസ് ചാനലിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരം. താങ്കൾ പറഞ്ഞ ഒരു വസ്തുതയാണ്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി കേസുകൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ 15ലേറെ വർഷമായി പഠനവും അന്വേഷണവും ഇടപെടലുകളും ഗവേഷണവും വിവരശേഖരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ വിപുലമായ വിവരശേഖരണം ഇതിനുവേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാകുന്നതും നിങ്ങൾക്ക് ബോധ്യമാകുന്നതുമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ കേസ്, അതായത് 2014 വിധി വന്ന, സുപ്രീം കോടതി വിധി വന്ന ഈ കേസ് ഞാൻ വളരെ ലളിതമായി അവതരിപ്പിക്കാം. 2 കക്ഷികൾ കോടതിയുടെ മുമ്പിൽ എത്തുന്നു. അതിലൊരു കക്ഷി തമിഴ്നാട് പറയുന്നു, അത് സുപ്രീം കോടതിയിലെ വിധി പാരഗ്രാഫ് 217 നിന്നും വ്യക്തമാണ്. തമിഴ്നാട് പറഞ്ഞത് മുല്ലപ്പെരിയാർ ജലം ഉപയോഗിക്കുന്ന 5 ജില്ലകൾ വരൾച്ച ബാധിത പ്രദേശങ്ങളാണ്, അതായത് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ആണ്. അപ്പോൾ തമിഴ്നാട് സുപ്രീം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ചിത്രം ഇതാണ്. ഈ 5 ജില്ലകൾ വരൾച്ച ബാധിത പ്രദേശമാണ്, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന വരണ്ടുണങ്ങിയ ഭൂമിയാണ്. മുല്ലപ്പെരിയാറിലെ ജലം ലഭിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും ദരിദ്രരാകും, ഭക്ഷ്യോൽപാദനം കുറയും, ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കിട്ടാതാകും. ഇങ്ങനെ ദയനീയമായ ഒരു മുറവിളിയാണ് തമിഴ്നാട് കോടതിയിൽ നടത്തിയത്. അതേസമയം കേരളം ഈ വെള്ളം തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മളെ ഞെട്ടിക്കുന്ന വിവരം. വാസ്തവത്തിൽ കേരളത്തിന് ഈ വെള്ളം കൊണ്ടുള്ള ആവശ്യം മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് കോടതിക്ക് ഈ ധാരണയുണ്ടായത്. ഈ വെള്ളം തമിഴ്നാടിന് അത്യാവശ്യമാണ്, കേരളത്തിന് ഇതുകൊണ്ട് യാതൊരു ആവശ്യവുമില്ല. ഉദാഹരണത്തിന് 2 വർഷം മുമ്പ് ഒരു TV ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ പറഞ്ഞ ഒരു വാചകമാണിത്: മുല്ലപ്പെരിയാർ വെള്ളം നമുക്ക് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? അത് വെറുതെ ഒഴുകി കടലിൽ പോകും. കേരളത്തിലുള്ള വിവരമുള്ള ആളുകളുടെ ധാരണ ഇതാണെങ്കിൽ സുപ്രീം കോടതിയിൽ ഡൽഹിയിൽ ഇരിക്കുന്നവർക്കും ആ ധാരണയല്ലേ ഉണ്ടാവൂ. ഈ വെള്ളം കൊണ്ട് കേരളത്തിന് യാതൊരു പ്രയോജനവുമില്ല, തമിഴ്നാടിന് ഈ വെള്ളം കൂടാതെ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നീതിബോധമുള്ള ആരും വിധിക്കുക ഈ വെള്ളം തമിഴ്നാടിന് കിട്ടണമെന്നാണ്. അതാണ് സംഭവിച്ചത്. നമ്മളെ ഞെട്ടിക്കുന്ന വിവരം എന്തുകൊണ്ട് കേരളം വെള്ളത്തിൻ്റെ ആവശ്യം മറച്ചു വെച്ചു എന്നതാണ്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുകയും
ആ ജലം കേരളത്തിലെ ഇടുക്കിയിൽ എത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ബെനിഫിറ്റ് കൂടി നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി മുല്ലപ്പെരിയാർ തടാകത്തിന്റെ അടിയിൽ കിടന്ന 8000 ഏക്കർ ഭൂമി അത് 1-2 ദശാബ്ദങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ മഴക്കാടായി മാറും, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആയി മാറും. അങ്ങനെ 8000 ഏക്കർ വനത്തെ നമ്മൾ വീണ്ടെടുക്കാൻ സാധിക്കും. അത് വലിയ ഒരു പരിസ്ഥിതി നേട്ടമായി നമ്മൾ കണക്കാക്കണം. അതുപോലെ ഈ വെള്ളം ഇടുക്കിയിലെത്തുമ്പോൾ 90.5 കോടി യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അതായത് വെള്ളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി ക്ലീൻ ഇലക്ട്രിസിറ്റിയാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ഇന്ധനങ്ങൾ കത്തിക്കുന്നില്ല. അതുകൊണ്ട് അത് ക്ലീൻ ഇലക്ട്രിസിറ്റിയാണ്. ഇതേ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാടിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഏതാണ്ട് അതിൻ്റെ പകുതി 50 കോടി യൂണിറ്റോളമാണ്. അപ്പോൾ ഇത് ഇടുക്കിയിൽ വന്നാൽ 38 കോടി യൂണിറ്റ് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതും ക്ലീൻ എനർജിയാണ്. അപ്പോൾ നിലവിലുള്ളതിനേക്കാൾ 38 കോടി യൂണിറ്റ് ക്ലീൻ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഈ 38 കോടി യൂണിറ്റ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു ദേശീയ നഷ്ടമാണ്. ആ വെള്ളം തമിഴ്നാട്ടിന് പോയാൽ അവർക്ക് 50 കോടി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതേ വെള്ളം കേരളത്തിൽ വന്നാൽ നമുക്ക് 90.5 കോടി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതായത് ഈ 38-40 കോടി യൂണിറ്റ് ഉൽപാദന നഷ്ടം ഒരു ദേശീയ നഷ്ടമാണ്. അത് ക്ലീൻ എനർജിയുടെ നഷ്ടവുമാണ്. അതുകൊണ്ട് പാരിസ്ഥിതികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയായിരിക്കും ഈ ജലം കേരളത്തിലേക്ക് ഒഴുക്കുക എന്നത്. താങ്കൾ സൂചിപ്പിച്ചു മുല്ലപ്പെരിയാർ ജലം കേരളത്തിന് അത്യാവശ്യമാണ് എന്ന വസ്തുത കേരളം കോടതിയിൽ മറച്ചു വെച്ചതുകൊണ്ടാണ് 2014 കോടതി വിധി കേരളത്തിന് എതിരായി വന്നത് എന്ന്. ഈ ജലം കൊണ്ടുള്ള എന്താവശ്യമാണ് കേരളം മറച്ചുവെച്ചത്? അതാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഡാമിന് ഏതാണ്ട് 70-80 കിലോമീറ്റർ മുകൾ ഭാഗത്താണ്. മുല്ലപ്പെരിയാറിൽ ഈ ഡാം ഇല്ല എന്ന് സങ്കല്പിക്കുക. ആ ജലം മുഴുവൻ ഒഴുകി ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലെത്തും. അത് കുറച്ചൊന്നുമല്ല ജലം. 60,000 കോടി ലിറ്റർ വെള്ളമാണ് ഒരു വർഷം ഒഴുകിയെത്തുന്നത്. ഇടുക്കിയിൽ 680 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇടുക്കി. അപ്പോൾ ഇത്രയും വെള്ളം ഇടുക്കിയിൽ ഒഴുകിയെത്തിയാൽ നമുക്ക് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഉദ്ദേശം 90 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. അതിനുശേഷം ആ വെള്ളം മലങ്കരയിലെത്തി ഒരല്പം കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 90.5 കോടി യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മുല്ലപ്പെരിയാർ വെള്ളം കേരളത്തിൽ എത്തിയിരുന്നെങ്കിൽ. അതാണ് ഈ ജലത്തിന് കേരളത്തിനുള്ള ആവശ്യം. ഇനി ഇതിൻ്റെ പശ്ചാത്തലമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 32% മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 68% ദേശീയ ഗ്രിഡിൽ നിന്നും നാം പൊള്ളുന്ന വില കൊടുത്ത് വാങ്ങുന്നതാണ്. പ്രത്യേകിച്ച് രാത്രി 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഒരു യൂണിറ്റിന് 12 രൂപ വരെ നിരക്ക് ഉയരാം. ആ സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം പേപ്പർ റിപ്പോർട്ട് കണ്ടു, ഒരു വർഷം 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് കേരളം പുറത്തുനിന്ന് വാങ്ങുന്നതെന്ന്. ഈ 90.5 കോടി യൂണിറ്റിന് 5.5 രൂപ കണക്കാക്കിയാൽ പോലും 500 കോടി രൂപ പ്രതിവർഷം കേരളത്തിന് ലഭിക്കേണ്ടതാണ് ഈ വെള്ളം ഇവിടെ ലഭിച്ചിരുന്നെങ്കിൽ. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. ഇടുക്കിയിൽ ഒരു 5 ജനറേറ്റർ കൂടി സ്ഥാപിച്ചാൽ ഈ വെള്ളം മുഴുവൻ രാത്രി 6 മണി മുതൽ 10 മണി വരെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഉദ്ദേശം 12 രൂപയാണ് ഒരു യൂണിറ്റിന് നമ്മൾ കൊടുക്കുന്നത്. ആ വില കണക്കാക്കിയാൽ 1086 കോടി രൂപ ഒരു വർഷം കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിൻ്റെ കണക്കത്. ഇനി ഈ വൈദ്യുതി എന്തുമാത്രം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 32% വൈദ്യുതി മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 68% പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. ഇന്ന് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ ഉൾത്തിരിഞ്ഞു വരുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് 8 2026 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു റിപ്പോർട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്ത്
വൈദ്യുതിക്ക് വേണ്ടിയുള്ള 1800 അപേക്ഷകൾ ടെക്സാസ് ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത്രയും അപേക്ഷകൾ അനുവദിക്കണമെങ്കിൽ ഇന്ന് ടെക്സാസ് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 5 ഇരട്ടി വൈദ്യുതി വേണം. അതിലെ പ്രധാന വിഷയം ഈ 1800 അപേക്ഷകളിൽ 90% ഡേറ്റാ സെന്ററുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളാണ്. എന്താണ് ഡേറ്റാ സെന്റർ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കണമെങ്കിൽ വളരെയധികം ഡേറ്റ വേണം. ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യണം. ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഫെസിലിറ്റിയുടെ പേരാണ് ഡേറ്റാ സെന്റർ. ഈ ഡേറ്റാ സെന്ററുകൾ വളരെയധികം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതുകൊണ്ടാണ് ടെക്സാസ് സംസ്ഥാനത്തിൻ്റെ 5 ഇരട്ടി വൈദ്യുതിയാണ് ഈ പുതിയ ഡേറ്റാ സെന്ററുകൾക്ക് ആവശ്യമായി വരുന്നത്. ഈ സ്ഥിതി ഇന്ത്യയിൽ വന്നാലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വേഗം വികസിക്കുകയാണ്. അതനുസരിച്ച് ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് അവിടെ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കുന്നുവെന്ന്. തമിഴ്നാട് ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമാണ്. ഈ ഡേറ്റാ സെന്ററുകൾ പ്രധാനമായും വരിക വൈദ്യുതി മിച്ച സംസ്ഥാനങ്ങളിലായിരിക്കും, വൈദ്യുതി ലഭ്യതയുള്ളതുകൊണ്ട്. അങ്ങനെ ഈ ഡേറ്റാ സെന്ററുകൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ മിച്ച സംസ്ഥാനങ്ങൾക്ക് പിന്നീട് വിൽക്കാൻ വൈദ്യുതി ഇല്ലാതെ വരും. അതായത് നാഷണൽ ഗ്രിഡിൽ അവൈലബിൾ ആയിട്ടുള്ള വൈദ്യുതി കുറയും. ആ സ്ഥിതി വരുമ്പോൾ കേരളത്തിന് നാഷണൽ ഗ്രിഡിൽ നിന്നും വൈദ്യുതി കിട്ടാതെ വരും. അവരുടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വാങ്ങാൻ സാധിക്കൂ. അതായത് 68% വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതായാലത്തെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കൂ. അരമണിക്കൂർ ലോഡ് ഷെഡിങ് സഹിക്കാൻ വയ്യാത്തവരാണ് മലയാളികൾ. ഒരു സർക്കാരും ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് ഇനി ആലോചിക്കില്ല. കാരണം ആ ഗവൺമെന്റ് അത്രയും അൺപോപ്പുലർ ആകും. ആ ഒരു സാഹചര്യത്തിലാണ് 32% വൈദ്യുതി കൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? എല്ലാവരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ആലോചിക്കണം. 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല ഈ സ്ഥിതി പോയാൽ. അവിടെയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് ലഭിക്കുന്ന ഈ 90 കോടി യൂണിറ്റ് വൈദ്യുതി നമുക്ക് ജീവവായുവായി മാറുന്നത്. അതായത് തമിഴ്നാടിന് വെള്ളത്തിന് എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനേക്കാൾ 10 മടങ്ങാണ് നമുക്ക് വൈദ്യുതിയുടെ ആവശ്യം, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ദാരിദ്ര്യം, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ക്ഷാമം. അതുകൊണ്ട് തമിഴ്നാടിനേക്കാൾ ഈ വെള്ളം ലഭിക്കേണ്ടത് കേരളത്തിനാണ്. ഈ വസ്തുതയാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാതിരുന്നത്. അവർക്ക് വ്യക്തമായി അറിയാം. ഈ ഡേറ്റാ സെന്ററിന്റെ വിഷയമൊക്കെ ഇപ്പോൾ വന്നതാണെങ്കിലും അന്നും കേരളം 25-30% വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ കേസ് നടക്കുന്ന കാലഘട്ടത്തിലും. അപ്പോഴും അവർ കേരളത്തിൽ വൈദ്യുതി ക്ഷാമമുണ്ട്, ലോഡ് ഷെഡിംഗ് ഉണ്ട്, ഇത് മറികടക്കാൻ ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടിയേ തീരൂ എന്ന് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ശരിക്കും നിലവിലുള്ള പാട്ടക്കരാർ പ്രകാരം എന്തൊക്കെ നഷ്ടങ്ങളാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്? നിലവിലുള്ള പാട്ടക്കരാർ തികച്ചും ഏകപക്ഷീയമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കരാർ എഴുതിയപ്പോൾ അത് ഏകപക്ഷീയമായിരുന്നില്ല. കാരണം അന്ന് പാട്ടമായി തിരുവിതാംകൂറിന് ലഭിച്ചത് 40,000 രൂപയാണ്. ഈ 40,000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ഒരു തുകയാണ്, ചെറിയ തുകയൊന്നുമല്ല, വലിയ ഒരു തുകയാണ്. അപ്പോൾ വെറും ഒരു വാസൽ രാജാവായ, അതായത് കപ്പം കൊടുക്കുന്ന ഒരു രാജാവിന് മഹാസാമ്രാജ്യമായ ബ്രിട്ടീഷുകാരോട് അത്രയും തുക ചോദിച്ചു വാങ്ങാനുള്ള കഴിവുണ്ടായിരുന്നു. നമ്മുടെ ഭരണാധികൾ ഇന്ന് തമിഴ്നാടിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. അന്ന് തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കാണിച്ച ആ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് ഈ സ്ഥിതി വരുമായിരുന്നില്ല. ഇപ്പോഴും ലഭിക്കുന്നത് ഏക്കറിന് 30 രൂപ എന്ന പാട്ടമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 1886 ആ സ്ഥലത്ത് ഏക്കറിന് 5 രൂപ വിലയില്ല. സ്ഥല വിലയേക്കാൾ കൂടുതലാണ് ഒരു വർഷത്തെ പാട്ടമായി തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് വാങ്ങിയത്. അന്ന് 5 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. സ്ഥലം നമുക്കറിയാം, പിന്നീട് ആ പ്രദേശത്തെ സ്ഥലങ്ങളൊക്കെ കേരള ഗവൺമെന്റ് കുടിയേറ്റക്കാർക്ക് സൗജന്യമായി കൊടുക്കുകയായിരുന്നു. നിങ്ങൾ വന്ന് ഇവിടെ കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അതായിരുന്നു പോളിസി. ആ സ്ഥലത്തിനൊന്നും ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്തിനാണ് 5 രൂപ അക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് വാങ്ങിയത്. ആ കണക്ക് വെച്ച് നോക്കിയപ്പോൾ സ്ഥലവിലയേക്കാൾ കൂടുതൽ വേണ്ട, സ്ഥലവിലയെങ്കിലും ഇന്ന് കേരളത്തിന് ലഭിക്കണ്ടേ? അന്നത്തെ നിരക്ക് വെച്ചിട്ട് ആ സ്ഥലത്ത് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഫെയർ പ്രൈസ് എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്.
8,000 ഏക്കറിന് 4,50,000 രൂപ വെച്ച് 359 കോടി രൂപ പ്രതിവർഷം പാട്ടമായി കേരളത്തിന് ലഭിക്കേണ്ടതാണ്. ഇതാണ് ഒരു വലിയ നഷ്ടം. ഇതോടൊപ്പമാണ് ജലം കിട്ടാത്തത് കൊണ്ടുള്ള വൈദ്യുതി നഷ്ടവും. താങ്കൾ പറഞ്ഞ മുല്ലപ്പെരിയാർ ജലത്തിന്റെ ആവശ്യകതയെപ്പറ്റി തമിഴ്നാട് നിരത്തിയ വാദങ്ങൾ കേരളം ഖണ്ഡിക്കാതെ സമ്മതിച്ചു കൊടുത്തുവെന്ന്. എങ്ങനെയാണ് കേരളത്തിന് അത് ഖണ്ഡിക്കാൻ സാധിക്കുമായിരുന്നത്? അതെ, തമിഴ്നാട് പറഞ്ഞത് ഈ 5 ജില്ലകൾ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് ആണ് എന്നാണ്. അത് കേരളം അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല, അത് ഖണ്ഡിച്ചില്ല. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി വിവരശേഖരണവും അന്വേഷണവും നടത്തിയപ്പോൾ അതത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഡ്രോട്ട് പ്രോൺ എന്നത് വെറും ഒരു വാക്കല്ല, അതിന് നിർവചനമുണ്ട്. അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ നീതി ആയോഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡ്, അതുപോലെ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കാലാവസ്ഥാ കേന്ദ്രം വകുപ്പ്, ഇവർക്ക് നിർവചനമുണ്ട് എന്താണ് ഡ്രോട്ട് പ്രോൺ ഏരിയ എന്ന്. അത് വെച്ച് നീതി ആയോഗിന്റെ നിർവചനം വെച്ച് ഞാൻ ഈ 5 ജില്ലകൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത് ഈ 5 ജില്ലകൾ ഡ്രോട്ട് പ്രോൺ എന്ന കാറ്റഗറിയിൽ വരുന്നതല്ല. അതുപോലെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് 3 നിർവചനങ്ങളുണ്ട് ഡ്രോട്ട് പ്രോൺ ഏരിയയെ കുറിച്ച്. അതിൽ 2 നിർവചനങ്ങൾ വെച്ച് ഈ 5 ജില്ലകളിൽ ഒന്നുപോലും ഡ്രോട്ട് പ്രോൺ എന്ന കാറ്റഗറിയിൽ വരില്ല. 3ാമത്തെ നിർവചനം വെച്ച് രാമനാഥപുരം ജില്ല ഭാഗികമായി ഡ്രോട്ട് പ്രോൺ എന്ന ഒരു കാറ്റഗറിയിൽ വരും. അതുകൊണ്ട് ഈ 5 ജില്ലകളും ഡ്രോട്ട് പ്രോൺ ആണ് എന്ന് തമിഴ്നാട് ഉന്നയിച്ച വാദം കേരളം ഖണ്ഡിക്കേണ്ടതായിരുന്നു, അത് ഖണ്ഡിച്ചില്ല. അതുപോലെ മറ്റൊരു വിഷയമാണ് ആ പ്രദേശത്തെ റെയിൻഫോൾ. ആ പ്രദേശത്തെ റെയിൻഫോളിന്റെ കണക്കുകൾ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖകളിൽ നിന്നും ഞാൻ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പിക്ചർ ഇതാണ്. ഈ ജില്ലകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഉണങ്ങി വരേണ്ട ജില്ലകളൊന്നുമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ഈ പറഞ്ഞ ജില്ലകളിലൂടെ 10, 200, 300 കിലോമീറ്റർ സഞ്ചരിച്ചു. അതെല്ലാം പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. അങ്ങനെ മഴയില്ലാത്ത ഒരു പ്രദേശമല്ല ഇത്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഉണങ്ങി വരേണ്ട സ്ഥലമാണ്. അതല്ല സത്യം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ ജില്ലകളുടെയും മഴയുടെ കണക്ക് ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കണക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഡിണ്ടിഗൽ, തേനി ജില്ലകളിൽ ഇന്ത്യയിലെ 62% ജില്ലകളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഈ 2 ജില്ലകളിൽ ലഭിക്കുന്നുണ്ട്. 62% റെസ്റ്റ് ഓഫ് ഇന്ത്യ is getting less rain compared to these 2 districts. അപ്പോൾ അവർ വെള്ളത്തിന് ക്ഷാമമുള്ളവരാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? നമ്മുടെ ആ ധാരണ തെറ്റാണ്. ആ ധാരണ നമ്മൾ തിരുത്തണം. അതുപോലെ തന്നെ ശിവഗംഗയും മധുരയും ഇന്ത്യയുടെ ബാക്കി ജില്ലകളിലെ 49% ജില്ലകളെക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് ഹാഫ് ഓഫ് ഇന്ത്യ ഈസ് ഗെറ്റിംഗ് ലെസ് റെയിൻ ദാൻ മധുര ആൻഡ് ശിവഗംഗ. ആകെ മഴ കുറവുള്ളത് രാമനാഥപുരം ജില്ലയിലാണ്. അവിടെ മറ്റ് സ്ഥലങ്ങളെ 17% ജില്ലകൾ മാത്രമേ അതിനേക്കാൾ കുറവ് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളുള്ളൂ. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം. ഇതൊന്നും മഴ ലഭിക്കാത്ത പ്രദേശങ്ങളല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ 5 ജില്ലകളിൽ കൂടി ഒരു വർഷം ലഭിക്കുന്ന മഴ എന്നത് 2136 കോടി ക്യൂബിക് മീറ്റർ ആണ്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ കൊണ്ടുപോകുന്നത് വെറും 60 കോടി ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ്. അതായത് അവിടെ കിട്ടുന്ന ജലത്തിന്റെ 2.8% മാത്രമാണ് മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്നത്. അത് വളരെ തുച്ഛമായ ഒരു അളവാണ്. 2.8% വെള്ളം കുറഞ്ഞാൽ ഒരു പ്രദേശവും നശിച്ചു പോകത്തില്ല. തമിഴ്നാട് ചെയ്യേണ്ടത് അവർക്ക് ലഭിക്കുന്ന മഴ കേരളം ചെയ്യുന്ന പോലെ സംഭരിച്ച് കൃഷിക്കും വ്യവസായത്തിനും ഇറിഗേഷനും കുടിവെള്ളത്തിനുമൊക്കെ ഉപയോഗിക്കുകയാണ്. അവർ സംഭരിക്കാതിരിക്കുന്നത് നമ്മുടെ കുഴപ്പമല്ല, അത് അവരുടെ വീഴ്ചയാണ്. അവർക്ക് മഴ ലഭിക്കാഞ്ഞിട്ടല്ല, ലഭിക്കുന്ന മഴ അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. അതിന് സഹിക്കേണ്ടത് കേരളമല്ല എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ കേരളത്തിന് ഈ കണക്കുകൾ നിരത്തി വെച്ച് തമിഴ്നാട് വരൾച്ച ബാധിത പ്രദേശമാണ് ഈ ജില്ലകൾ എന്നുള്ള വാദം കേരളം ഖണ്ഡിക്കണമായിരുന്നു. ആ ഒരു പിക്ചർ മനസ്സിൽ കയറാൻ, അതായത് വിധികർത്താക്കളുടെ മനസ്സിൽ കയറാൻ ഈ കണക്കുകൾ
ഒരു വലിയ അളവിൽ പ്രേരകമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ 1786 കരാർ നിലനിൽക്കുന്നു എന്ന് വിധിച്ച് ജലം തമിഴ്നാടിന് കൊടുക്കാൻ ഒരു തീരുമാനമേ നീതിബോധമുള്ള ആർക്കും സാധിക്കൂ. പ്രത്യേകിച്ച് ഡാം സുരക്ഷിതമാണ് എന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മുന്നിലുള്ളപ്പോൾ കോടതിക്ക് അല്ലെങ്കിൽ നീതിബോധമുള്ള ആർക്കും അങ്ങനെ തീരുമാനിക്കാൻ കഴിയൂ. അതിലെ വീഴ്ച വരുത്തിയത് കേരളമാണ്. മുല്ലപ്പെരിയാർ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ 10 കൊല്ലത്തിലൊരിക്കൽ പരിശോധിക്കണമെന്നാണല്ലോ കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം. പക്ഷേ 2011 ശേഷം മേൽനോട്ട സമിതിയുടെ കാഴ്ചാ പരിശോധനയെ മുല്ലപ്പെരിയാറിൽ നടന്നിട്ടുമുള്ളൂ. ഇതിനിടെ അണക്കെട്ടിനുണ്ടായ ബലക്ഷയത്തെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇന്നത്തെ സ്ഥിതിവിശേഷത്തിന് കാരണമായ കേരളത്തിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ ദൗർബല്യങ്ങൾ 3 ദൗർബല്യങ്ങളുണ്ട്. വ്യക്തമായി 3 ദൗർബല്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ദൗർബല്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാഗത്തുള്ള അധികാരികൾ തമിഴ്നാടിൻ്റെ പ്രേരണയ്ക്ക് വശംവദരായി അവരുടെ പാരിതോഷികവും മറ്റും സ്വീകരിച്ച് കേരളത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഇത് പരക്കെ ആക്ഷേപമുള്ള ഒരു വിഷയമാണ്. അതൊരു പ്രത്യേക വ്യക്തി എന്നല്ല, വർഷങ്ങളായി ദശാബ്ദങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത്. അതുതന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം. അധികാരപ്പെട്ടവർ, കേരളത്തിൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കേണ്ടവർ തമിഴ്നാടിന് കേസ് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. അതാണ് കേരളത്തിന് ഈ വെള്ളം ആവശ്യമുണ്ട് എന്ന കാര്യം സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാതിരുന്നതിനുള്ള അടിസ്ഥാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അധികാരികളായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ വിഷയം കോടതിയിൽ കൊണ്ടുവരുമായിരുന്നു. വെള്ളം ആവശ്യക്കാർക്ക് കൊടുക്കുമെന്ന് ഏത് കോടതിയും അങ്ങനെ വിധിക്കൂ. അത് സ്വാഭാവിക നീതിയാണത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാതിരുന്നതിൻ്റെ കാരണം ഇത്തരം പാരിതോഷികങ്ങളാണ് എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. അതിൽ നിന്നും മോചനം ലഭിക്കാതെ കേരളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയുമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ പലരും ഇത്തരം പാരിതോഷികങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഉദാഹരണത്തിന് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതിന് ഒരു 300 രൂപ കൈക്കൂലി വാങ്ങുന്നതും 15 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രമാണിയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത് തമ്മിൽ വലിയ അന്തരമുണ്ട്. രണ്ടാമത് പറഞ്ഞത് കൊലച്ചോറാണ്. അതുപോലെ 60 ലക്ഷം മലയാളികളുടെ ജീവനാണ്, ആ കൊലച്ചോറാണ് തങ്ങൾ വാങ്ങുന്നത് എന്ന ഒരു ബോധം അവർക്കുണ്ടായാൽ ഒരുപക്ഷെ അവർ അതിൽ നിന്ന് പിന്മാറിയേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ ദൈവശിക്ഷ കിട്ടുന്ന വലിയ അപരാധങ്ങളാണ്. 60 ലക്ഷം പേരുടെ ജീവന് വില പറഞ്ഞ് പണം വാങ്ങുക എന്ന് പറയുന്നത് സാമാന്യനായ ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്നുവരെ അവർ ചെയ്തത്, അവർ ആ കാഴ്ചപ്പാടിലൂടെ അതിനെ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷേ അത് കൊലച്ചോറാണ് എന്നവർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവർ അതിൽ നിന്ന് പിന്മാറുകയും തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവർ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായും കേരളം ഈ നിയമയുദ്ധത്തിൽ ജയിക്കും. ഈ ഡാമും ഇതിലെ വെള്ളവും കേരളത്തിൻ്റെതാണെന്ന് കോടതി വിധി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അങ്ങനെ ഇത് നമ്മുടെ സ്വന്തമായി കഴിയുമ്പോൾ ഈ ഡാം പൊളിച്ചു നീക്കി കേരളത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്ത ഭീഷണിയിൽ നിന്ന് നമുക്ക് എന്നേക്കുമായി മോചനം നേടാം. ഈ ഡാം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൻ്റെ തലയ്ക്ക് മീതെ ഈ ജലബോംബ് അവിടെ ഇരിക്കുകയാണ്. അത് ഈ ഡാം പൊളിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല ആ അപകടം ഒഴിവാക്കാൻ. അത് പൊളിക്കണമെങ്കിൽ ഈ ഡാം കേരളത്തിൻ്റെ സ്വന്തമാകണം, കോടതി വിധിയിലൂടെ മാത്രം. അതല്ലാതെ ചർച്ചകളിലൂടെയൊന്നും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. തമിഴ്നാട് ഒരിക്കലും അത് നമുക്ക് വിട്ടുതരില്ല. മനസ്സോടെ കോടതി വിധിയിലൂടെ മാത്രമേ അത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ ദുരന്ത ഭീഷണി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കൂ. അതാണ് ഒന്നാമത്തെ ദൗർബല്യം. രണ്ടാമത്തെ ദൗർബല്യം എന്ന് പറയുന്നത് ഭയമാണ്. ഭയം. എന്തിനെക്കുറിച്ചുള്ള ഭയം? മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ശബ്ദിച്ചാൽ തമിഴ്നാട്ടിലെ മലയാളികളെ തമിഴർ ആക്രമിക്കും എന്നുള്ള ഭയം.
ഇത് വ്യാപകമാണ്. മലയാളി സമൂഹത്തിൽ മുഴുവൻ ഈ ഭയം ഉണ്ട്. ഇത് ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്, ഭയപ്പെടുത്തി നിശബ്ദരാക്കുക. അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഈ ജലം കേരളത്തിന് വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ ശബ്ദം ഉയരാതിരിക്കാൻ എല്ലാവരും കൂടി ഒത്തു ശ്രമിക്കുന്നു. ഈ ഭയത്തിന്റെ പേരിലാണ് എന്നുണ്ടെങ്കിലും അതൊരു തന്ത്രമാണ്. ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് തമിഴര് ചെയ്യുന്നതല്ല. കേരളത്തിൽ തമിഴ്നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രചരിപ്പിക്കുന്ന ഒരു ഇതാണ്. ഇതേ വിഷയം കർണാടകവും തമിഴ്നാടും തമ്മിലുണ്ടായിരുന്നു. അപ്പൊ ഒരു സമയത്ത് കർണാടകത്തിലെ വസ്തുവകളും വാഹനങ്ങളും മറ്റും തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് നിലച്ചു. അതെങ്ങനെയാണ് നിലച്ചതെന്നും കൂടി ആളുകൾ അന്വേഷിച്ച് അറിയുന്നത് നന്നായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കലാപമുണ്ടാക്കി അല്ലെങ്കിൽ രക്തം ചിന്തി നമ്മൾ മുല്ലപ്പെരിയാർ സ്വന്തമാക്കണോ എന്നൊക്കെ ചില ആദർശവാദികൾ ചോദിക്കും. അതെല്ലാം ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. മുല്ലപ്പെരിയാറിന് വേണ്ടി ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. നാം നമ്മുടെ ആവശ്യം ധൈര്യപൂർവ്വം പറയാതെ നമ്മുടെ ആവശ്യം ഒരിക്കലും നടക്കില്ല. ഈ മുല്ലപ്പെരിയാർ ദുരന്ത ഭീഷണി ഒരിക്കലും ഒഴിവാകുകയുമില്ല. ഭയന്നിരുന്നാൽ നമ്മൾ ഒന്നും നേടുകയില്ല എന്ന മറ്റൊരു വസ്തുത. മൂന്നാമത്തേത് ചെറുതാണെങ്കിലും ഒരു പ്രധാന കാരണമാണ്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കേരളത്തിന് ഒരു സാങ്കേതിക ഉപദേശക സമിതിയുണ്ട്. ഈ 2014 കേസ് തോറ്റത് ഇതേ ഉപദേശക സമിതിയുടെ ഉപദേശങ്ങളനുസരിച്ച് നീങ്ങിയിട്ടാണ്. കേസ് തോറ്റിട്ടും ഉപദേശക സമിതിയിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ ഉപദേശക സമിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ധാരണ തെറ്റായിരിക്കാം. എന്തായാലും ആ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച കേരള ഗവൺമെന്റ് ഉപദേശക സമിതി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സമിതിയാണ്. അതില് നല്ല നിലപാടുകൾ എടുക്കുന്ന വിദഗ്ധർ ഉണ്ടായിരിക്കണം. എന്തായാലും പരാജയപ്പെട്ട വിദഗ്ധരെ ഇനിയും തുടരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ 3 ദൗർബല്യങ്ങളാണ് ഈ വിഷയത്തിൽ കേരളത്തിനുള്ളത്. ഇനിയിപ്പോൾ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി രൂപപ്പെടുത്താൻ എന്തൊക്കെ നടപടികളാണ് കേരളം കൈക്കൊള്ളേണ്ടത്? കേരളത്തിന്റെ മുമ്പിൽ ഒരു വലിയ വഴി തുറന്നു കിടപ്പുണ്ട്. അതായത് 2014 കേരളം തേക്കടിയിൽ ഒരു കാർ പാർക്ക് പണിയാൻ പദ്ധതിയിട്ടപ്പോൾ തമിഴ്നാട് ഉടനെ സുപ്രീം കോടതിയിൽ പോയി കേരളത്തെ അതിൽ തടയാനായിട്ട്. അതിൻ്റെ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ 2024 ജൂലൈയിൽ സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ 11 ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. അതിൽ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 1886 ഉടമ്പടി മാറിയ സാഹചര്യത്തിലും നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന് ആ ഉടമ്പടി ക്യാൻസലായി കിട്ടാനുള്ള വാദങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു വലിയ വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അടഞ്ഞുപോയി എന്ന് കരുതിയിരുന്ന മുല്ലപ്പെരിയാർ വിഷയം കോടതിയിൽ വീണ്ടും സമീപിക്കാൻ ഒരു വലിയ അവസരം കേരളത്തിന് ലഭിച്ചു. പക്ഷെ ഇന്നേ വരെ കേരളം ആ 2 വർഷം കഴിഞ്ഞിട്ടും അതിന് മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വിഷയം. ഇനി കേരളത്തിന് ചെയ്യാവുന്നത് 1970 പുതുക്കി എഴുതിയ എഗ്രിമെന്റ് പ്രകാരം പാട്ടക്കരാറിലെ പാട്ടം 30 രൂപ 1 ഏക്കറിന് 1 വർഷം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് പുതുക്കാനുള്ള ഒരു പ്രൊവിഷൻ ആ എഗ്രിമെന്റിലുണ്ട്. ആ പ്രൊവിഷൻ അനുസരിച്ച് കേരളത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നഷ്ടങ്ങൾ, അതായത് വിദ്യുത് ശക്തി ഉൽപാദനത്തിലൂടെ നഷ്ടമാകുന്ന 1086 കോടി, പാട്ടം നിസ്സാര തുകയായതുകൊണ്ട് നഷ്ടമാകുന്ന 359 കോടി, ഇതെല്ലാം ചേർത്ത് 1445 കോടി പ്രതിവർഷം പാട്ടം ലഭിക്കുന്ന രീതിയിൽ ഉള്ള പാട്ടം നിർദ്ദേശിച്ചുകൊണ്ട് തമിഴ്നാടിനെ സമീപിക്കണം. അതായത് 1 വർഷം 1445 കോടി രൂപ പാട്ടമായി കേരളത്തിന് ലഭിക്കുന്ന രീതിയിൽ കരാർ പുതുക്കണം എന്ന ആവശ്യവുമായി തമിഴ്നാടിനെ ഔദ്യോഗികമായി സമീപിക്കണം. ആ വഴി തമിഴ്നാട് അത് സ്വീകാര്യമല്ലെങ്കിൽ
ഈ കരാർ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതിയിലൂടെയും മറ്റും ഒരു തീരുമാനത്തിലെത്താവുന്ന ഒരു വഴിയിലേക്ക് കേരളത്തിന് നീങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു തുക എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് കോടതിയിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് പറയാം, നമുക്കുണ്ടാകുന്ന നഷ്ടം, ഇടുക്കിയിലെ വൈദ്യുതി ഉൽപാദന നഷ്ടം നികത്താനാണ് ഇത്രയും തുക ചോദിക്കുന്നത്. തിരുവിതാംകൂർ രാജാവ് 5 രൂപ അന്ന് എന്തിനാണ് ചോദിച്ചത്? അതുപോലെയുള്ള ഒരു റേറ്റിലേക്ക് എത്താനാണ്. അതുപോലെ വലിയ ഒരു റിസ്ക് ആണ് കേരളം എടുക്കുന്നത്. ആ റിസ്കിന് കോമ്പൻസേറ്റ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു തുക നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ 1445 കോടി രൂപ പ്രതിവർഷം കിട്ടുന്ന ഒരു റേറ്റ് കേരളം പ്രപ്പോസ് ചെയ്ത് ഇത് പുതുക്കാനായി തമിഴ്നാടിനെ സമീപിക്കണം. 30 വർഷത്തിൽ ഒരിക്കലാണ് ഇത് പുതുക്കാനുള്ള സാഹചര്യമുള്ളത്. കരാർ എഴുതിയിട്ട് 30 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിന് ആ സാഹചര്യം തുറന്നു കിടക്കുകയാണ്. ആ വഴിയും കേരളം പോകേണ്ടതാണ്. അടുത്തതായി കേരളം ചെയ്യേണ്ടത് ഒരു ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തുകയാണ്. അതായത് ഈ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന ദുരന്തം, ഈ വെള്ളം എവിടെയൊക്കെ പോകും, എത്ര ഉയരത്തിലെത്തും, ഈ കണക്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വിദഗ്ധ സ്ഥാപനങ്ങൾ, ഹൈഡ്രോളജിക്കൽ മോഡലിംഗ് നടത്തുന്ന വിദഗ്ധ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഒരു ഡാം ബ്രേക്ക് അനാലിസിസ് നടത്തിയാൽ നമുക്കൊരു പിക്ചർ തെളിഞ്ഞു കിട്ടും. വെറുതെ സന്നദ്ധ സംഘടനകൾ പറയുന്ന 50 ലക്ഷം മരിക്കും, 60 ലക്ഷം മരിക്കും എന്നുള്ള വാക്കുകളല്ല. ഒഫീഷ്യലായി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു പഠനം കേരളം നടത്തേണ്ടതാണ്.